ഒരു രീതിയിലും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് BJP നേതൃത്വം തെളിവുകൾ പലതും 45 ദിവസം കഴിയുമ്പോൾ നശിപ്പിക്കാം എന്ന പുതിയ നിയമ ഭേദഗതിയും കൊണ്ടുവന്നത്. ഇപ്പോഴത് കുറച്ചുകൂടി ലഘൂകരിക്കാനുള്ള ശ്രമമാണ്. അതായത് തെരഞ്ഞെടുപ്പ് നടന്ന് കേവലം 15 ദിവസത്തിനകം ഡിജിറ്റൽ രേഖകൾ നീക്കം ചെയ്യാം, അത് നശിപ്പിക്കാം എന്ന രീതിയിലേക്ക് പുതിയ ഫോർമാറ്റിലേക്ക് കൊണ്ടുപോകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി മുറവിളി കൂട്ടുന്നത്. അതായത് BJP നേതാക്കളുടെ പാർലമെന്ററി സമ്മേളനത്തോട് അനുബന്ധിച്ച് പുതിയ രഹസ്യ ഡീലിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു രീതിയിലും സുതാര്യമായിരിക്കരുത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ ജ്ഞാനേഷ് കുമാറിന് വേണ്ടി അഹോരാത്രം കേന്ദ്ര മന്ത്രിസഭ പണിയെടുക്കുന്നത്. അറിയാം, രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പിടിയിച്ച് ഓർഡിനൻസ് രൂപത്തിൽ കൊണ്ടിറക്കി ഇത് പിൻവാതിലിലൂടെ നിയമമാക്കി മാറ്റാൻ, നിയമ ഭേദഗതി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. 45 ദിവസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സൂക്ഷിച്ചു വെക്കേണ്ട ഡിജിറ്റൽ രേഖകൾ കേവലം 15 ദിവസം മാത്രം സൂക്ഷിച്ചു വെക്കാനേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉത്തരവാദിത്വമുള്ളൂ എന്ന രീതിയിലേക്ക് നിയമവ്യവസ്ഥ മാറ്റപ്പെടണം. അങ്ങനെ വരുമ്പോ എന്ത് പോക്കൃത്തരവും തെമ്മാടിത്തരവും ജ്ഞാനേഷ് കുമാറിന് കൂടുതൽ എളുപ്പത്തോടെ കാണിക്കാം. ഇത് വരാൻ പോകുന്ന തമിഴ്നാട്, കേരളം, അസം, ബംഗാൾ, പുതുച്ചേരി തുടങ്ങിയ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ നീക്കം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി BJPയുടെ ആളായതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുമെന്ന ഒരു സാഹചര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ളത്. നേരത്തെ ഇരുന്ന ചീഫ് ജസ്റ്റിസ് ആയ BR ഗവായ് ഒരു നടക്ക് പോകുന്നില്ല എന്ന് BJP നേതൃത്വത്തിന് മനസ്സിലായി. അതോടെയാണ് വിരട്ടലും ഭീഷണിയുമായി പല അഭിഭാഷകരും സുപ്രീം കോടതിയിലേക്ക് തിണ്ണമിടുക്കിന്റെ, കയ്യൂക്കിന്റെ ഭാഷയുമായി വന്നത്. ഒരാൾ ചെരുപ്പറിയുന്നു, വേറൊരാള് കൈ ചൂണ്ടി സംസാരിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ സിനിമാ സ്റ്റണ്ടിന്റെ രീതിയിലായിരുന്നു പല ആളുകളും ഇദ്ദേഹത്തെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നു, മീശ വിരിച്ച് പേടിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രാകൃത രീതികളാണ് BJP ഇപ്പോഴും അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് യഥാവിധി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനവിശ്വാസത്തോടു കൂടി ഒരു സ്റ്റേറ്റ് അധികാരത്തിലേക്ക് പിടിച്ചു നിലനിർത്താൻ കഴിയാത്ത പക്ഷം ഇത്തരത്തിലുള്ള തറവേലകൾ, അധികാരത്തിന്റെ ഗർവ് ഉപയോഗിച്ച് പിടിച്ചെടുക്കാനുള്ള എല്ലാ സ്രോതസ്സും ഈ രാജ്യത്തുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള നീക്കമാണ്. 60 കൊല്ലം രാജ്യം ഭരിച്ച കോൺഗ്രസ് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കി എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന നരേന്ദ്രമോദി മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന് എന്നേ ഇത്തരത്തിലുള്ള നിയമ ഭേദഗതി ആകാമായിരുന്നു. 4ൽ 3 ഭൂരിപക്ഷം ഇന്നേ വരെ BJPക്ക് പാർലമെന്റിൽ കിട്ടിയിട്ടില്ല. പക്ഷെ കോൺഗ്രസിന് 404 സീറ്റ് കിട്ടിയ കാലം വരെ മോദി ഓർക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. കാരണം കോൺഗ്രസിന് വേണമെങ്കിൽ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ പല ഭേദഗതിയും കൊണ്ടുവന്ന് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ക്രമീകരണത്തിൽ കോൺഗ്രസ് തുടർച്ചയായി ജയിക്കാനുള്ള പല ഞുണുക്ക് വിദ്യകളും കാണിച്ചു വെക്കാമായിരുന്നു. ഇപ്പോ BJP കാണിക്കുന്ന ചെറ്റത്തരങ്ങൾ പലതും കാണിച്ചു വെക്കാമായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇപ്പോ ജ്ഞാനേഷ് കുമാറിന് കൊടുത്തിരിക്കുന്ന ഈ അധികാരം എന്ന് പറയുന്നത് വീണ്ടും വക്രീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തസത്തയെ മുഴുവൻ നശിപ്പിക്കുകയാണ്. ഒരു റെക്കോർഡിക്കലായിട്ടുള്ള എവിഡൻസും ഇല്ലാതെ, അതൊന്നും സുപ്രീം കോടതിയുടെ മുമ്പിൽ ഹർജിയായി പോലും സമർപ്പിക്കാൻ പറ്റാതെ ഈ രാജ്യത്തെ പ്രതിപക്ഷവും ഈ രാജ്യത്തെ സാധാരണക്കാരായ വോട്ടർമാരും ഇരുണ്ട യുഗത്തിലേക്ക് പോകണം. അതാണ് BJPയുടെ ഏറ്റവും വലിയ നിർദ്ദിഷ്ട നയം.